ഞാൻ ഷബീർ. ഷബീർ രാരങ്ങോത്ത് നിന്നാണ് എൻ്റെ എഴുത്ത് പേര്. നന്മണ്ട സ്വദേശിയാണ്. ഗസലുമായി ബന്ധപ്പെട്ട് എൻ്റെ ഡിഗ്രി കഴിഞ്ഞത് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 500-ലധികം ഗസലുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കേരള ഗസൽ ഫൗണ്ടേഷൻ 2019 ആരംഭിക്കുന്നത്. അന്ന് മുതൽ അതിൻ്റെ ഭാഗമാണ്. ഗസൽ എന്ന് പറഞ്ഞാൽ ഗസലല്ല, ശരിക്കും ഗസലാണ്. അതൊരു നോർമലി നമ്മൾ കേൾക്കുന്ന ഉറുദു വേർഡാണ്, അറബി വേർഡാണ്. ശരിക്കും ഉറുദുവിലാണത് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഗസൽ പൊതുവെ മലയാളികൾ മനസ്സിലാക്കി വെച്ചിരുന്നത്, ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരു തബല, ഒരു ഹാർമോണിയം, ഇത് വെച്ച് അകമ്പടിയായിട്ട് വെച്ചിട്ട് പാടുന്ന ഒരു പാട്ട്. അത് കുറച്ചുകൂടെ മെലോഡിയസ് ആയിരിക്കും, കുറച്ച് ലൈറ്ററായിരിക്കും. ഇതാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നൊരു സംഗതി. ഇതൊരു ഭയങ്കരമായ തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ഗസലിന് ശരിയായ അർത്ഥത്തിൽ അത് പോയട്രിയാണ്. സംഗീതവുമായിട്ട് അടിസ്ഥാനപരമായിട്ട് സംഗീതവുമായിട്ട് ബന്ധമല്ല. അത് പക്ക പോയട്രിയാണ്. അതിൽ സ്ട്രക്ചറലി വെൽ ഓർഗനൈസ്ഡ് പോയട്രി, അങ്ങനെ തന്നെ പറയാം. കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, ഒരു ഗസലിൽ ഒരുപാട് കവിതകളുണ്ടാവും. ഒറ്റ കവിതയല്ല, ഒരുപാട് കവിതകളുണ്ടാവും. പക്ഷെ അതിനെ കോർത്ത് വരുന്ന ഒരു രീതിയുണ്ട്. അതിനെ റദീഫ് കൊണ്ട് കോർക്കുക എന്ന് പറയും. ഒരു മാലയിലെ മുത്തുകൾ കോർക്കുന്നത്, ഓരോ മുത്തും സെപ്പറേറ്റ് സംഗതികളാണ്. അത് ഈ മാലയിൽ ആ നൂലിൽ കോർക്കുന്നതുകൊണ്ട് മാത്രമാണത് ആ മാലയുടെ ഭാഗമാകുന്നത്, അല്ലെങ്കിൽ അതൊരു മുത്ത് മാത്രമാണ്. അതേപോലെയാണ് ഷേർ എന്ന് പറഞ്ഞ ഒരു കപ്ലെറ്റ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ, ഈരടി. ഈ ഈരടികളുടെ ഒരു കോർക്കലാണ് യഥാർത്ഥത്തിൽ ഗസൽ എന്ന് പറയുന്നത്. ഒരേ മീറ്ററിലുള്ള ഈരടികളുള്ള, ആ ഈരടികൾക്കൊക്കെ എൻഡിങ്ങിൽ ഒരേ വേർഡ് വരുന്ന, ആ വേർഡിന് തൊട്ട് മുൻപിൽ ഒരേ പ്രാസം വരുന്ന ഒരു കൂട്ടം ഈരടികളെയാണ് നമ്മൾ ഗസൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള വളർന്നു വന്ന സ്ട്രക്ചർ. അതിലേക്ക് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ വന്നതാണ് മക്ത എന്ന് പറയുന്നത്. മക്ത എന്നാണ് അറബിയിൽ പറയാം, മക്ത. അത് എൻഡിങ് ആണ്. ആ എൻഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, കവി അയാളുടെ പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഈരടി ഉണ്ടാകും. കവിയുടെ പേര് അതിലുണ്ടാവും. കവി ചിലപ്പോൾ ഒരു ആത്മകഥം പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വിലാപം പോലെ ഒരു സംഗതി എഴുതി വെക്കുക ചെയ്യും. അത് മിക്ക ഗസലുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അതില്ലാതെയും ഗസലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ മക്തയുള്ള ഗസലുകളെയാണ് ക്ലാസിക്കൽ ഗസലുകൾ എന്ന് ആളുകൾ വിളിച്ചു പോന്നിട്ടുള്ളത്. അപ്പം അടിസ്ഥാനപരമായി നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയിരുന്ന ആ സംഗീതപരമായ ബന്ധം യഥാർത്ഥത്തിൽ ഗസലിന് വരുന്നത് അതുണ്ടായതിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ യഥാർത്ഥമായ കാവ്യപരമായിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിലുള്ള കവിതയാണ് ഗസൽ എന്ന് പറയുന്നത്. ഗസല് പോയട്രി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഒരേ മീറ്ററിലാവുക മ്യൂസിക്കലി ഭയങ്കര ഒരു സാധ്യതയുള്ള സംഗതിയാണ്. ഒരേ മീറ്ററിലാവുമ്പം പെട്ടെന്ന് ഈണം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗസലുകളെ ഇപ്പം പല കവികൾ തന്നെ സ്വയം ഒരു ഈണത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തുന്നത്. അത് മ്യൂസിക്കലി വളരെ ആപ്റ്റായ സംഗതി. അതുകൊണ്ട് തന്നെ ഗസൽ പോയ സ്ഥലങ്ങളിലൊക്കെ അതിനെ മ്യൂസിക്കുമായി ചേർത്ത് കെട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് 12-ാം നൂറ്റാണ്ടിൻ്റെ ആ സമയത്താണ്. അമീർ ഖുസ്രു ആണ് ഇന്ത്യയിലിരുന്ന് ആദ്യമായി ഗസൽ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അമീർ ഖുസ്രുവിൻ്റെ ആ കാലം തൊട്ട് തന്നെ സംഗീതവുമായിട്ട് ഗസലിന് ബന്ധമുണ്ട്. അത് ബന്ധം എന്ന് വെച്ചാൽ ഈ സംഗതി ഇങ്ങനെ പാടാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പം മ്യൂസിക്കലി ഉറുദു ഭാഷ രൂപപ്പെട്ടത് മുതൽ ഉറുദു ഭാഷ വ്യാപകമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഹിന്ദുസ്ഥാനി കൾച്ചറാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അകമ്പടിയിലാണ് ആലപിക്കപ്പെട്ടുള്ളത്, അല്ലാതെ മുഷായറകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം മ്യൂസിക്കലി ചേർത്ത് വെച്ച് വരുന്ന ഗസലുകളെയാണ് മലയാളികൾ കേട്ടിട്ടുള്ളത്. ചിലതൊക്കെ ഗസലാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റു പലതും കേട്ടിട്ടുണ്ട്. അപ്പം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം
കോഴിക്കോടിൻ്റെ കച്ചവട പാരമ്പര്യം അങ്ങനത്തെ സംഗതികളിൽ ഇവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ വന്ന് താമസിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ഒട്ടുമിക്ക ആളുകളും മ്യൂസിക്കിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ അവർ വേറൊരു നാട്ടിലേക്ക് വരുമ്പോഴും ആ കൾച്ചർ ഇവിടെ എങ്ങനെ കൊണ്ടുവരാമെന്ന് അന്വേഷിക്കുമല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ തട്ടുംപുറങ്ങളിൽ യഥാർത്ഥത്തിൽ മെഹഫിലുകൾ നടക്കുന്നത്. അപ്പോൾ മെഹഫിലുകൾ യഥാർത്ഥത്തിൽ ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ഹിന്ദുസ്ഥാനി കൾച്ചറിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാനി കൾച്ചറിൽ നടക്കുമ്പോൾ ആളുകൾ ലൈറ്റായിട്ടുള്ള സംഗതികളാണ് പാടിയിട്ടുണ്ടാവുക. ആളുകൾ പ്രത്യേകിച്ചും കോഴിക്കോടുള്ള ആളുകൾ അതിൽ ഗസലുകൾ വന്നിട്ടുണ്ട്, ഗസലല്ലാത്തത് വന്നിട്ടുണ്ട്, അതിനെ ഗസലായിട്ട് മനസ്സിലാക്കി. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഗസൽ കൾച്ചറല്ല, ഹിന്ദുസ്ഥാനി മെഹഫിൽ കൾച്ചറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആക്സിഡൻ്റലി അതിനെ പല ആളുകളും ഒരു ഗസൽ കൾച്ചറായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ സംഗതി. അപ്പം ഗസൽ എന്താണ് എന്നറിയാതെയാണ് പല ഗസലുകളും കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതൊരു തബലയും ഹാർമോണിയും ഉള്ള, കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയാൽ ഒരു തട്ടുംപുറത്ത് പാടുന്ന ഒരു സംഗതിയാണ് ഗസൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ബാബുക്ക ചെയ്തിട്ടുള്ള സിനിമാ പാട്ടുകൾ ഗസലാക്കി അവതരിപ്പിക്കാം എന്ന് ധാരണയുള്ള എന്ന് വാദിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. ആ കൾച്ചർ അത് ഗസലാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്. മലയാളം ഗസൽ എന്നുള്ള പേരിൽ ശരിക്ക് പുറത്തിറങ്ങിയിട്ടുള്ളതൊന്നും ഒന്നെന്ന് പറയുന്നില്ല. അതിൽ 95% ഗസലുകളല്ല. അവർ അതിൽ കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാവഗീതം, ലൈറ്റ് മെലോഡിയസ് സോങ്, അത് മാത്രമാണ്. അതിൻ്റെ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ ഗസൽ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് അവരുടെ കയ്യിൽ മറുപടി ഉണ്ടാവില്ല. അപ്പോൾ ഉമ്പായിക്ക ഒരു ഐക്കണാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഉമ്പായിക്ക പൂർണ്ണാർത്ഥത്തിലുള്ള ഗസലുകൾ ചെയ്തിട്ടില്ല. ഉമ്പായിക്ക പക്ഷേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഉമ്പായിക്ക ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഉറുദു ഗസൽ ആൽബം പുറത്തിറക്കുകയും ചെയ്തത്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു ഗസൽ വേണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കവികളെ പോയി കണ്ടു. അവർക്ക് ഈ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇത് മലയാളം അത്ര ഈസിയായ ലാംഗ്വേജ് അല്ലല്ലോ, അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾക്ക് വഴങ്ങുമെന്നുള്ള ഒരു ധാരണ കവികൾക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പലരും അതിന് വിട്ടു നിന്നു. അവസാനം വേണു വി ദേശം എന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട്, അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എഴുതിയിട്ടുള്ളതും പൂർണ്ണാർത്ഥത്തിൽ ഗസലായിട്ട് വന്നിട്ടില്ല. ചില 2-3 ഈരടികളൊക്കെ ഗസലിൻ്റെ സ്ട്രക്ചറിൽ വരികയും 4ാമത്തെ ഈരടിയിൽ അതിൻ്റെ ആ സ്ട്രക്ചർ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രണാമം എന്ന് പറഞ്ഞ ആ ആദ്യ ആൽബത്തിൽ ഉള്ളത്. അത് ഉമ്പായിക്കയുടെ തെറ്റല്ല, കവികൾക്ക് അതിലുള്ള ധാരണയുടെ ഒരു പ്രശ്നമാണ്. പിന്നെ 2004-05 ആണ് ഷഹബാസ് അമൻ സജിനി എന്ന് പറയുന്ന ഒരു ആൽബം പുറത്തിറക്കുന്നത്. സജിനി ആൽബം പുറത്തിറക്കി കഴിഞ്ഞപ്പം അതിലൊരു പാട്ട്, അത് പേര് വരുന്ന പാട്ടാണ്, സജിനി ഇനി വേറെയായി കഴിയുന്നതാണ് വേദന, പതിവായി പനിനീരു കാക്കും ഉള്ളിലോ പരിഹാസമാണ് വേദന. ഇതാണ് അതിൻ്റെ തുടക്കം. അപ്പം ശ്രദ്ധിച്ച വേദന എന്ന് എൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആണ് എന്നുള്ള ആ ഒരു പ്രാസം അവിടെ വരുന്നുണ്ട്. പിന്നീടുള്ള വരികൾ പതിവായി പാടിയ പാട്ടൊന്നു കേട്ടു തേങ്ങിയ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ അകലുന്നതാണ് വേദന. അപ്പോൾ ഈരടി സ്ട്രക്ചറിലേക്ക് അതിങ്ങനെ വന്നു. ഇത് നല്ലൊരു ഗസൽ സ്ട്രക്ചറിലാണല്ലോ ഉള്ളത്, അതിലൊരു മക്തയും കൂടെ ചേർത്താൽ പൂർണ്ണമായല്ലോ എന്ന് പറയുന്നു. അങ്ങനെയാണ് അപാരശോക ഭാവന, അപൂർവരാഗ കാമന, അഗാധമായ പ്രാർത്ഥന, ഷഹബാസ് അതാണ് വേദന എന്ന് പറഞ്ഞ ഒരു ഈരടി അദ്ദേഹം അതിൽ ചേർക്കുന്നത്. അത് രണ്ടാമത് ആദ്യം ഇറങ്ങുന്നത് അനാമിക, ദ സോൾ ഓഫ് അനാമിക ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ആൽബത്തിലാണ് ഈ പാട്ട് ആദ്യം വരുന്നത്. അതിൽ ഈ മക്ത ഇല്ല. പിന്നീടാണ് സജിനി വരുന്നത്. ആ സജിനിയിൽ എന്തുണ്ട്, ഈ ഷഹബാസിൻ്റെ മക്ത ചേർക്കുന്നുണ്ട്. അതാണ് ഒരു പൂർണ്ണാർത്ഥത്തിൽ എന്ന് പറയാൻ കഴിയില്ല, കാരണം ആദ്യത്തെ ഈരടിയിലെ ആദ്യത്തെ വരി മാത്രം മീറ്ററിന് വ്യത്യസ്തമായൊരു സാധനമാണ്. പക്ഷെ എന്നാലും സ്ട്രക്ചറിൽ നിൽക്കുന്ന ആദ്യത്തെ ഗസൽ അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയാൻ അതിന് മുമ്പ് ഉണ്ടോ എന്നുള്ള എഴുതപ്പെട്ട സംഗതികൾ ഉണ്ടാവാം, പക്ഷെ നമ്മൾ കാണുന്നില്ല. ഇതാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ മൊത്തം എടുത്തു നോക്കിയാലും വിരലിൽ എണ്ണിയാൽ ചിലപ്പോൾ വിരൽ ബാക്കിയാവും മലയാളത്തിലെ ഗസലുകൾ എടുത്താൽ. വിളിച്ചില്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പം പറയും നിങ്ങളിങ്ങനെ വെറുതെ വാശി പിടിക്കണ്ട, അതൊക്കെ ഗസലാണ്, നിങ്ങൾ പറഞ്ഞ ഗസലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ശരിക്കും മലയാളത്തിലെ അവസ്ഥ. KGF 2019
December 5 ഫസ്റ്റ് ഒഫീഷ്യലി മീറ്റിംഗ് കൂടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് അന്നാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഗസൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ആ പോയറ്റിക് സൈഡ് എന്താണെന്നുള്ളത്, അതിൻ്റെ ഗായകി സൈഡ് എന്താണെന്നുള്ളതും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ച് പോയത്. പിന്നെ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മലബാർ ഏരിയയിൽ ഗസലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ വേദിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും വരാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പം 33 പേരാണ് നമ്മളെ മെമ്പർമാരായിട്ടുള്ളത് നിലവിൽ. ചെറിയൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മ അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് അത്രയും ക്രീമായിട്ടുള്ള ആളുകളെ മാത്രമാണ് മെമ്പർമാരായിട്ടുള്ളത്. പക്ഷേ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു 100-ലധികം ആളുകൾ പുറത്തുണ്ട്. അവരും കൂടെ KGF പാർട്ടാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും മേഫിലുകൾ നടക്കുന്നുണ്ട്. അത് പരിപാടി നടത്തുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 ടാലൻറ്റ് ഹണ്ടുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ KGF ഈ ഗസലിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു പുസ്തകം പുറത്തിറക്കുക എന്നുള്ളതാണ്. പിന്നെ ഓപ്പൺ ടു ഓളാണ്. ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ഓഡിയൻസ് ഒരിക്കലും ഉണ്ടാകാറില്ല. ഈ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ എന്തായാലും ഉണ്ടാകാറുണ്ട്. പിന്നെ ചില ആളുകൾ വരുമ്പം അവരെ കേൾക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ അത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുത്തുന്നത് ഗസൽ എന്ന് പറയുന്ന ആ ഒരു വികാരമാണ്. ഈ കൂട്ടായ്മ ഭാവിയിൽ പിന്നെ കേരളത്തിൽ ഗസലിൻ്റെ ഐക്കണായി മാറുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുझे किस तरह आएगा करार, मुझे